ഇന്ന് ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് 6:30 ആകുമ്പോൾ തന്നെ നമുക്ക് പാലും പഴവും കൊണ്ടുവരും കഴിക്കാനായിട്ട്. അപ്പോൾ കൂടെ തന്നെ ബൈസ്റ്റാൻഡറിന് ചായയും കൊണ്ടുവരും കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ കുഞ്ഞിനെയൊക്കെ ഒന്ന് ഫീഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരു 8 മണിയാകുമ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എത്തും കേട്ടോ. ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ 2 പേർക്കും കട്ടൻ ചായയുണ്ട്. അത് കഴിച്ച് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ലേഹ്യം കുടിക്കാനായിട്ട് കൊണ്ടുവരും. പിന്നെ അതിനുശേഷം നേരെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന മീനാക്ഷിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അലോവേറ ജെല്ലിട്ട് നമ്മുടെ ഫേസ് ഫുള്ള് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്യും. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് ഇടും കേട്ടോ. ഓരോ ദിവസവും ഓരോ ഫേസ് പാക്കാണ് ഉള്ളത്. ഇവിടെ യൂസ് ചെയ്യുന്ന എണ്ണയും ഫേസ് പാക്കും എല്ലാം ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിനുശേഷം ഈ ഒരു എണ്ണ നമ്മുടെ ഫുൾ ബോഡി ഒന്ന് മസാജ് ചെയ്യും കേട്ടോ. നമുക്ക് നീര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് കുറയുന്നത് മാത്രമല്ല നല്ല റിലാക്സിങ് ആണ്. പിന്നെ അത് ഫുൾ ബോഡിയിലൊന്ന് മസാജൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്യും. ഇത് നമ്മുടെ ഈ ഫാറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഓരോ ദിവസം ഓരോ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ചില ദിവസം കിഴിയായിരിക്കും, ചില ദിവസം ധാരയായിരിക്കും. ഇന്ന് എനിക്ക് സ്റ്റീം ബാത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ്. പിന്നെ ചൂട് വെള്ളത്തിൽ കുറച്ച് ആയുർവേദത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമുക്ക് കുളിക്കാനായിട്ട് തരുന്നത്. പിന്നെ കുളിച്ചിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മുടിയൊക്കെ പുഹച്ച് തരും അവർ. പിന്നെ അതിനുശേഷം ഈ ഒരു രാസ്നാദി പൊടി ഇട്ട് തരും കേട്ടോ. പിന്നെ ഹെഡ് മസാജ് ഉണ്ട്, അത് ഫസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഹെഡ് മസാജ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഈ ഒരു കരി ഉണ്ട് കേട്ടോ. അതും കൂടെ എഴുതിയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേ നമുക്ക് കഴിക്കാനുള്ള കുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓരോ ദിവസം ഓരോ കുറുക്കാണ്. ഇന്ന് ഉലുവയുടെ കുറുക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് വാവേനെയും ഫീഡ് ചെയ്ത് കിടത്തി ഉറക്കിയപ്പോഴേക്കും നമുക്ക് 1 മണിയായപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നും വെയിറ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഇതാണ്. കാരണം ഇവിടുത്തെ ഉച്ചക്കത്തെ ഫുഡ് നല്ല അടിപൊളിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. അമ്മ TV കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ കറക്റ്റ് ഒരു 3:30 ആയപ്പോൾ നമുക്ക് ചായയും കടിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ രണ്ടാമത്തെ വേദു വിളിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 നേരമാണ് വേദു വിളിക്കുന്നത്, രാവിലെയും വൈകുന്നേരവും. ഈ വൈകുന്നേരത്തെ കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ട്രെച്ച് മാർക്കിന്റെ ക്രീം ഇടും. പിന്നെ അവർ വയറ് നല്ല ടൈറ്റായിട്ട് കെട്ടിത്തരും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയപ്പോൾ അമ്മ ഇവിടെ TVയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അമ്മയ്ക്ക് ഇപ്പോൾ സ്ഥിരം പരിപാടി ഇതാണ് കേട്ടോ. ഇവിടുത്തെ TV കാണലാണ്. പിന്നെ വൈകുന്നേരത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുടിച്ചിട്ട് രാത്രി പരന്തട്ടം വന്നിട്ടുണ്ടായിരുന്നു വാവേനെ കാണാനായിട്ട്. പിന്നെ കുറച്ച് നേരം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അമ്മ ഇവിടെയുള്ള ബാക്കി ആൻറ്റിമാരുമായിട്ട് എല്ലാം കമ്പനി ആയിട്ട്. കാരണം എല്ലാവരും ബോറടിച്ചിരിക്കണോണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇവരെല്ലാവരും കൂടെ വെളിയിൽ ഇറങ്ങിയതുപോലെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അമ്മ ഈ വാവേനെ കൊണ്ട് പോകുന്ന സമയത്താണ് ഞാൻ കിടന്ന് ഉറങ്ങുന്നത് കുറച്ച് നേരം. കറക്റ്റ് ഒരു 8 മണിയാകുമ്പം രാത്രിത്തെ ഫുഡ് കൊണ്ടുവരും. അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് അമ്മ വാവേനെ നോക്കും, അമ്മ കഴിക്കുമ്പോൾ ഞാൻ എടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം ലേഹ്യം കൊണ്ടുവരും കുടിക്കാനായിട്ട്. ഇവിടെ ഡെയിലി ഈ ഒരു റൊട്ടീനാണ് കേട്ടോ നമുക്കുള്ളത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പോയിട്ടുണ്ടായിരുന്നത്.